my dear students, Kerala syllabus Standard 4 Environmental Science Part 2 EVS Class 4 Chapter 9 Through India എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. So, welcome to my channel, your classroom at 2310. Let's start. Chapter 9 Through India. ഒമ്പതാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ നമുക്ക് വായിക്കാം. ദ വാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, മൈ നേറ്റീവ് ലാൻഡ്, ദ സ്റ്റേറ്റ്സ്. അങ്ങനെ ഇന്ത്യയുടെ വളരെ പരന്നു കിടക്കുന്ന സ്ഥലം, എൻ്റെ ദേശീയ സ്ഥലം, അതിലെ സംസ്ഥാനങ്ങൾ. ലെറ്റ് മീ മെൻഷൻ ഹിയർ, ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇൻ ദ നോർത്ത് ഈസ് ജമ്മു കാശ്മീർ, അതായത് വടക്ക് ഭാഗത്ത് ജമ്മു കാശ്മീരാണ് ദ പാരഡൈസ് ഓഫ് ടൂറിസ്റ്റ്, അതായത് വിനോദസഞ്ചാരികളുടെ പർദീസ. ഓൺ ദ സദേൺ ടിപ്പ് ഈസ് തമിഴ്നാടു, അങ്ങനെ തെക്ക് ഭാഗത്ത്, താഴത്ത് സൗത്ത് തെക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. ദ ലാൻഡ് ദാറ്റ് സെലിബ്രേറ്റ്സ് പൊങ്കൽ, അതായത് പൊങ്കൽ ആഘോഷിക്കുന്ന സ്ഥലം. ഇൻ ദ ഈസ്റ്റ് ഈസ് അരുണാചൽ, അങ്ങനെ കിഴക്ക് ഭാഗത്ത് അരുണാചലാണ് ദ സ്റ്റേറ്റ് ഓഫ് റെഡ് ഹിൽസ്. ആൻഡ് ദെൻ പിന്നെ ദ ലാൻഡ് ഓഫ് ഗാന്ധീസ് ബർത്ത്, അങ്ങനെ ഗാന്ധിജി ജനിച്ച സ്ഥലം. ഇറ്റ് ഈസ് ഗുജറാത്ത് അറ്റ് ദ വെസ്റ്റേൺ എൻഡ്, അത് ഗുജറാത്താണ് പടിഞ്ഞാറ് വശത്ത്. വാട്ട് ആർ ദ വേരിയസ് തിങ്സ് മെൻഷൻഡ് ഇൻ ദ പോയം? നമ്മൾ മുകളിൽ വായിച്ച പദ്യത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? വിച്ച് സ്റ്റേറ്റ്സ് ആർ മെൻഷൻഡ്, ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദം ഡൗൺ, അതൊക്കെ കണ്ടെത്തി എഴുതുക. ദർ ആർ അതർ സ്റ്റേറ്റ്സ് ഓൾസോ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വീണ്ടും മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. നെയിം ദം. നമ്മൾ മുന്നോട്ട് വായിക്കുന്നതിന് മുന്നേ ഇവിടെ സെലിബ്രേറ്റ്സ് പൊങ്കൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പൊങ്കൽ സെലിബ്രേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ചെറുങ്ങനെ നോക്കാം. Pongal is a multi-day Hindu harvest festival celebrated by Tamil community in South India, Sri Lanka. അതായത് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും, പക്ഷേ ഇപ്പോൾ തമിഴ് കമ്മ്യൂണിറ്റി ഉള്ളിടത്തെല്ലാം ഈ മൾട്ടി ഡേ ഫെസ്റ്റിവൽ ഉണ്ട്. ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഹിന്ദു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ, കൊയ്ത്തുത്സവമാണിത്. എ സെലിബ്രേഷൻ ടു താങ്ക് ദ സൺ, മദർ നേച്ചർ ആൻഡ് ഫാം ആനിമൽസ് ഫോർ ദ ഹാർവസ്റ്റ്. അതായത് അവർക്ക് നല്ല വിളവ് തന്നതിന് സൂര്യനെയും പ്രകൃതിയെയും ഫാം ആനിമൽസ്, അതായത് പശു, ആട്, കോഴി, അങ്ങനത്തെ ഫാം ആനിമൽസിനൊക്കെ പൂജിക്കുന്നതും അതേ സമയത്ത് അവരോടൊക്കെ താങ്ക്സ് പറയുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇറ്റ് ഓൾസോ മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് തമിഴ് മന്ത് ഓഫ് തായ്. തായ് എന്ന് പറഞ്ഞ തമിഴ് മാസത്തിന്റെ സ്റ്റാർട്ടിങ് കൂടിയാണ്. അത് എപ്പോഴാണ് വരുന്നത് അറിയോ? ഫോൾസ് ഓൺ ജനുവരി 14 or 15, ജനുവരി 14 15 ആ ദിവസം വരിക. ദ ഫെസ്റ്റിവൽ ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ആൻഡ് ഈറ്റിംഗ് ഓഫ് ട്രഡീഷണൽ ഡിഷ് മെയ്ഡ് ഫ്രം ബോയിൽഡ് സ്വീറ്റ് റൈസ്, ജാഗരി ആൻഡ് മിൽക്ക്. അതായത് മുന്നോട്ട് വായിക്കാം. ദിസ് ഡിഷ് ഈസ് കോൾഡ് പൊങ്കൽ, വിച്ച് കംസ് ഫ്രം ദ തമിഴ് വേർഡ് പൊങ്കു, മീനിങ് ടു ബോയിൽ ഓവർ. അതായത് പൊങ്കൽ എന്ന് പറഞ്ഞ ഒരു ഡിഷ് ഉണ്ടാക്കും ഈ ഫെസ്റ്റിവലിന്. അത് സ്വീറ്റ് റൈസ്, ജാഗറി, മിൽക്കൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് ഉണ്ടാക്കും. അതിനാണ് പൊങ്കൽ എന്ന് പറയുന്നത്. പൊങ്കു എന്ന് പറഞ്ഞ തമിഴ് വേർഡിൽ നിന്ന് വന്നതാണ്. പൊങ്കുവിൻ്റെ അർത്ഥമാണ് ടു ബോയിൽ ഓവർ, തിളച്ചു മറിയുക. അതാണ് ഈ പൊങ്കലിൻ്റെ അർത്ഥം. നെക്സ്റ്റ് പേജിൽ ഇന്ത്യ പൊളിറ്റിക്കൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാപ്പ് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ലെസണിൽ പഠിച്ചതുപോലെ അതിനൊരു ഇൻഡെക്സ് ഉണ്ടാവും. ഇതാ ഇവിടെ കണ്ടോ, ആ ഇൻഡെക്സിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഇൻ്റർനാഷണൽ ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, നാഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിമ്പിൾസ് കണ്ടോ, ഈ ഒരു സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ മാപ്പിനെ റീഡ് ചെയ്താൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച്, ഇവിടെ കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടും. അപ്പോൾ അതാണ് ഈ പൊളിറ്റിക്കൽ മാപ്പ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് വാസ് ഡിവൈഡഡ് ടു ഫോം 2 states, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലുങ്കാന. അപ്പോൾ നമുക്ക് ആ മാപ്പ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ വന്ന് ഡിവിഷൻ കാണിച്ചിട്ടില്ല. ഇവിടെ ഫുൾ ആന്ധ്രാപ്രദേശ് കാണിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ട് തെലുങ്കാനയും ആന്ധ്രാപ്രദേശായി മാറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പേജ് 98 പറയുന്ന കാര്യം നമുക്ക് നോക്കാം. തെലുങ്കാന, ആന്ധ്രാപ്രദേശ് അങ്ങനെ രണ്ടാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പഴയ ആന്ധ്രാപ്രദേശ് കണ്ടോ, മഞ്ഞ നിറത്തിൽ നമ്മളെ മാപ്പിലുണ്ടായത്, ഇന്ത്യ പൊളിറ്റിക്കൽ മാപ്പിലുണ്ടായ ആന്ധ്രാപ്രദേശാണ്. അതിനെ ഇത്രയും ഭാഗം തെലുങ്കാനയായിട്ടും ബാക്കി പച്ച കാണുന്ന ഭാഗം ആന്ധ്രാപ്രദേശായിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം 2 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളത്. അടുത്ത പേജിൽ എന്താ പറയുന്നത്? ലെറ്റ് us ഐഡന്റിഫൈ, നമുക്ക് കണ്ടെത്താം. ഡിഡ് യു ഒബ്സർവ് ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ? അപ്പോൾ മുകളിൽ നമ്മൾ കണ്ട പൊളിറ്റിക്കൽ മാപ്പൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയല്ലോ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്,
വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈ ക്ലോസ് ടു ദ അറേബ്യൻ സീ. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നെയിം ദ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈ ക്ലോസ് ടു ദ ബേ ഓഫ് ബംഗാൾ. അതായത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ സീ ഷോർ. കടൽ തീരമില്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മാപ്പ് നോക്കിയിട്ട് ഇതിൽ നിന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ലെറ്റ്സ് നോ മോർ. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അരുണാചൽ പ്രദേശ് എന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ദ സ്റ്റേറ്റ് അറ്റ് ദ ഈസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. അതായത് കിഴക്കേ അറ്റത്തുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ദ ബിഗ്ഗസ്റ്റ് ബുദ്ധവിഹാർ ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. ഏറ്റവും വലിയ ബുദ്ധവിഹാർ ഇവിടെയാണ്. ബുദ്ധവിഹാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ്, അതായത് ബുദ്ധമതത്തിലെ പൂജാരികൾ, മോങ്സ് എന്ന് പറയുന്നവരെ, അവരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബുദ്ധവിഹാർ. അത് ഏറ്റവും വലുത് അവിടെയാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. അരുണാചൽ ഈസ് ദ പാരഡൈസ് ഓഫ് ഓർക്കിഡ്സ്. ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പുഷ്പങ്ങളാണ്. അത് അവിടെ വളരെ അധികം ഉണ്ടാവുന്നുണ്ട്. ദ വൈൽഡ് ബഫലോ കോൾഡ് മിഥുൻ ഈസ് ദ ഫേവററ്റ് ആനിമൽ ഓഫ് ദ പീപ്പിൾ. അതായത് ബഫലോ, കാള, അതാണ് അവിടുത്തെ അരുണാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ആനിമൽ. പിന്നെ പറയുന്നത് എന്താ? ദ പീപ്പിൾ ഓഫ് അരുണാചൽ സ്പീക്സ് സെവറൽ ലാംഗ്വേജസ്. അപ്പോൾ പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ആണ് ഈ അരുണാചൽ പ്രദേശുകാർ. അപ്പോൾ നമുക്ക് ആ മിഥുൻ എന്ന് പറഞ്ഞ കാളനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ കാള. അതിനെ ഗായൽ എന്നും കൂടെ ഒരു പേരിൽ വിളിക്കപ്പെടും, മിഥുൻ ഓർ ഗായൽ. അപ്പോൾ ഇത് സ്റ്റേറ്റ് ആനിമലാണ്. പിന്നെ ഇത് സ്റ്റേറ്റ് ബേർഡാണിത്. ഹോൺബിൽ, വേഴാമ്പലാണ് അവരുടെ ദേശീയ പക്ഷി. ഇത് ദേശീയ മൃഗവും ഇത് ദേശീയ പക്ഷിയാണ് അരുണാചലിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് ജമ്മു ആൻഡ് കാശ്മീർ. ദിസ് സ്റ്റേറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ നോർത്തേൺ എൻഡ് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ്, ഈ സംസ്ഥാനം ഇന്ത്യൻ്റെ വടക്ക് ഭാഗത്ത്, ഏറ്റവും മുകളിൽ വടക്ക് ഭാഗത്താണുള്ളത്. കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് മൗണ്ടൻസ്, ലേക്സ് ആൻഡ് റിവേഴ്സ്. അപ്പോൾ ഈ കാശ്മീർ ലാൻഡ് ഓഫ് മൗണ്ടൻസ്, അതായത് ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത് അനേകം മലകളുണ്ട്, തടാകങ്ങളുണ്ട്, നദികളുണ്ട്. വുലാർ, ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ ഈസ് ഇൻ ശ്രീനഗർ. അപ്പോൾ വുലാർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്, അതായത് സോൾട്ട് ഇല്ലാത്ത വെള്ളമായിരിക്കും, ഉപ്പുരസമില്ലാത്ത വെള്ളമാണ്, അതാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ആ തടാകം ശ്രീനഗറിലാണുള്ളത്. ദ ദാൽ ലേക്ക് ഈസ് ഓൾസോ ഫേമസ്. അപ്പോൾ ദാൽ തടാകവും വളരെ ഫേമസ് ആണ്. ഉറുദു ആൻഡ് കാശ്മീരി ആർ ദ മേജർ ലാംഗ്വേജസ്. ഉറുദു ഭാഷയും കാശ്മീരി ഭാഷയാണ് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോംസ് ആർ ഹഫീസ, ബച്ച, നഗ്മ ആൻഡ് റൂഫ്. അപ്പം ഈ പറഞ്ഞ 4 ടൈപ്പ് ഓഫ് ഡാൻസ് ഫോംസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഡാൻസസ്. ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് 2 ക്യാപിറ്റൽസ്. ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റൽ ഉണ്ട്. ഒന്ന് വിന്റർ ക്യാപിറ്റൽ ജമ്മു ആൻഡ് ദ സമ്മർ ക്യാപിറ്റൽ ശ്രീനഗർ. അതായത് തണുപ്പ് കാലത്ത് ക്യാപിറ്റൽ ജമ്മുവിലായിരിക്കും, വേനൽക്കാലത്ത് ക്യാപിറ്റൽ ശ്രീനഗറിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജമ്മുവിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ്. തമിഴ്നാട് ഈസ് ദ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും താഴെ കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ് ഈസ് ദ മെയിൻ ലാംഗ്വേജ്. തമിഴ് ഭാഷയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ഭാഷ. ഇറ്റ് ഈസ് ഓൾസോ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇപ്പോൾ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം കൂടിയാണിത്. ഇറ്റ് ഈസ് എ ലാൻഡ് ഓഫ് ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറഞ്ഞ ഡാൻസ് ഫോമിൻ്റെ ഉത്ഭവം ഈ സ്ഥലത്തു നിന്നാണ്. ക്യാപിറ്റൽ ഇസ് ചെന്നൈയാണ് അതിൻ്റെ തലസ്ഥാനം. പോപ്പുലർ സിൽക്ക് കാഞ്ചീപുരം ബിലോങ്സ് ടു തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ഫേമസ് ആയിട്ടുള്ള കാഞ്ചീപുരം എന്ന് പറഞ്ഞ സിൽക്ക് ഉണ്ടാക്കുന്നത്. അടുത്ത സ്റ്റേറ്റ് ഗുജറാത്ത് ഈസ് അറ്റ് ദ വെസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം ഇന്ത്യയുടെ പടിഞ്ഞാറോട്ട് പോയാൽ ഏറ്റവും അവസാനം കിടക്കുന്നത് ഈ സംസ്ഥാനമാണ്. പോർബന്ദർ ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാ ഗാന്ധിജി ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ പോർബന്ദർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം, അത് ഈ സംസ്ഥാനത്താണ്. ഗർബ ഡാൻസ് ഈസ് എ യുണീക്ക് ആർട്ട് ഫോം ഓഫ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ആർട്ട് ഫോമാണ് ഗർബ ഡാൻസ്. ഗുജറാത്ത് ഹാസ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റ് ഓഫ് ഓൾ ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിനാണ് ഏറ്റവും നീളം കൂടിയ തീരമുള്ളത്.
ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ഗാന്ധിനഗർ. ഗാന്ധിനഗറാണ് അതിൻ്റെ തലസ്ഥാനം. ഗുജറാത്തി ഈസ് ദ മെയിൻ ലാംഗ്വേജ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഷ ഗുജറാത്തിയാണ്. യു ഹാവ് ലേൺഡ് അബൌട്ട് എ ഫ്യൂ സ്റ്റേറ്റ്സ് ഓഫ് അവർ കൺട്രി. അപ്പം ചുരുങ്ങിയ ചില സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അരുണാചൽ പ്രദേശ്, കശ്മീർ, തമിഴ്നാട്, ഗുജറാത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ചും ഇതുപോലെ ചുരുങ്ങിയ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. നോട്ട് ദം ഡൗൺ ഇൻ ദ എൻവയൺമെൻറ്റ് ഡയറി. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. അവിടെ സംസ്ഥാനം വേണം, അതിൻ്റെ തലസ്ഥാനം വേണം, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് അയൽ സംസ്ഥാനങ്ങളെക്കുറിച്ചും എഴുതണം. അപ്പോൾ ഇതൊരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഡിൻറ്റ് യു ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങൾ പലതരം സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചു. ബിസൈഡ്സ് ദീസ്, ഇന്ത്യ ഹാസ് 6 യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി. അപ്പോൾ ഇത് കൂടാതെ, സംസ്ഥാനങ്ങൾ കൂടാതെ 6 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന് പറയുന്നത്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, അങ്ങനെ 6 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 6 ഇപ്പോൾ 8 ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ 8 കേന്ദ്രങ്ങൾ: ജമ്മു ആൻഡ് കാശ്മീർ, ചണ്ഡീഗഡ്, ദാദർ ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാം ആൻഡ് ദിയു, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദില്ലി, ലഡാക്ക്. അപ്പോൾ ഇത്രയും 8 യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ദോ ലാംഗ്വേജസ് ആർ ഡിഫറെൻറ്റ്, അതായത് ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും, ഹൗ ഡസ് ദ പ്ലെഡ്ജ് ദാറ്റ് യു ടേക്ക് റെഗുലർലി അറ്റ് ദ സ്കൂൾ അസംബ്ലി ബിഗിൻ. അതായത് നിങ്ങൾ സ്കൂൾ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, പ്ലെഡ്ജ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? നോട്ടീസ് ഹൗ ദിസ് പ്ലെഡ്ജ് ബിഗിൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ലാംഗ്വേജസ്. അപ്പോൾ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളുടെ ഭാഷയിൽ ഈ പ്രതിജ്ഞ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് ആരംഭിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ മലയാളത്തിൽ ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, തമിഴിൽ ഇന്ത്യ എന്തു നാടു, കന്നഡ ഭാരതാവോ നമ്മ ദേശ, തെലുഗു ഇന്ത്യ ന ദേശമോ. അപ്പം 4 സംസ്ഥാനങ്ങളുടെ ഭാഷ തുടങ്ങുന്നതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ദ ലാംഗ്വേജസ് ഓഫ് ആ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. അപ്പം നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. സൗത്തിലുള്ള കേരള, തമിഴ്നാട്, കർണാടക, തെലുങ്ക്, അതായത് ആന്ധ്രാപ്രദേശ്. വിച്ച് ആർ ദ ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? അതിനെക്കുറിച്ചൊരു ചെറിയ ചാർട്ട് ഇവിടെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലാംഗ്വേജസ്. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എക്സാമിൻ ദ ടേബിൾ യു ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാഷ, അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്ന ഭാഷ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദ ലാംഗ്വേജ് ലോർ. ദ ലാംഗ്വേജ് ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ കുറിച്ചുള്ള ഒരു വിവരണം. ഹിന്ദി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഭാഷ ഹിന്ദിയാണ്. Our constitution has recognized 22 regional languages. അപ്പം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ഏകദേശം 22 ഭാഷകളെ അംഗീകരിച്ചിട്ടുണ്ട്. There are around 40 languages in India which are spoken by more than 10 lakhs people. ഏകദേശം 10 ലക്ഷം ആൾക്കാരിൽ കൂടുതലുള്ളവർ സംസാരിക്കുന്ന 40-ൽ പരം ഭാഷകളുണ്ട്. And there are around 1700 spoken languages in India. Spoken languages എന്ന് പറഞ്ഞാൽ അതിന് എഴുത്ത് ലിപിയില്ല, സംസാരം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഏകദേശം 1700 ഭാഷകളുണ്ട്. അതിൽ ഓഫ് ദീസ് ഓൺലി ലെസ് ദാൻ 1000 പീപ്പിൾ സ്പീക്ക് സം ഓഫ് ദ ലാംഗ്വേജസ്. അതിൽ ചില ഭാഷകൾ ഒരു ഏകദേശം 1000-1000-ൽ കുറവ് ആൾക്കാരെ സംസാരിക്കുന്നുള്ളൂ. അതായത് ചില ഗോത്രങ്ങൾ മാത്രം ഉപയോഗിച്ചു വരുന്ന ഭാഷകളുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ചുരുങ്ങി ആൾക്കാരായിട്ട് താമസിക്കുന്ന ഗോത്രങ്ങൾ, പിന്നെ ആദിവാസി വർഗ്ഗക്കാർ, അവർ അങ്ങനെയൊക്കെ ഉള്ളവർ സംസാരിക്കുന്ന ചില ഭാഷകളാണ്. പക്ഷെ അതിന് ലിപിയില്ല, സംസാര ശൈലി മാത്രമേ ഉള്ളൂ. ആർട്ട് ഫോംസ്. ജസ്റ്റ് ആസ് വി ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജ്, വി ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്. അതായത് നമുക്ക് വിവിധ തരം ഭാഷകളുള്ള പോലെ തന്നെ വിവിധ തരം ആർട്ട് ഫോംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുച്ചിപ്പുടി,
ഒഡീസി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി. ഇത് ഓരോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ഡാൻസ് ഫോംസ് ആണിത്. Are you familiar with any of these art forms? To which state does it belong? Identify the major art form of other states of India. Note them down in the environment diary. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ആർട്ട് ഫോംസിനെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭരതനാട്യം, ഒഡീസി, കഥക്, ഇത് മൂന്നും ഡാൻസ് ഫോംസ് ആണ്. അപ്പം നമ്മൾ ഈ ഇന്ത്യയുടെ ആർട്ട് ഫോംസും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോയ ആർട്ട് ഫോംസിൽ ചുവർചിത്രങ്ങൾ വരും, കൊത്തുപണികൾ വരും, ക്രാഫ്റ്റ് വർക്ക് വരും, അങ്ങനെ മറ്റ് അനേക കലാരൂപങ്ങളും കലകളും അതിൻ്റെ അകത്ത് വരും. അത് ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ലിസ്റ്റായി മാറും. തൽക്കാലം നമുക്ക് ആർട്ട് ഫോംസ് എന്നല്ല ഡാൻസ് ഫോംസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ ഹൗ ഡൈവേഴ്സ് ഈസ് ആ കൺട്രി വിത്ത് റെസ്പെക്ട് ടു ലാംഗ്വേജ്, ആർട്ട് ഫോംസ്, കൾച്ചർ എക്സെട്ര. അതായത് വിവിധ തരം ഭാഷ, വിവിധ തരം കലാരൂപങ്ങൾ, വിവിധ തരം സംസ്കാരങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇന്ത്യ രാജ്യത്ത്. ഇൻസ്പൈറ്റ് ഓഫ് ദീസ് ഡൈവേഴ്സിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ വ്യത്യസ്തമായി ഇരുന്നിട്ട് പോലും വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യുണൈറ്റ് അസ് ഇന്ത്യൻസ്, എന്താണ് നമ്മൾ ഇന്ത്യക്കാരെ ഒത്തൊരുമിച്ച് നിർത്തുന്നത്? നാഷണൽ സിംബൽസ്. Don't you want to know about the national symbols we respect and take pride in? നമ്മളെ ദേശീയ ചിഹ്നങ്ങൾ, നാഷണൽ സിംബൽസിനെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നു, അതിൽ എത്രമാത്രം അഭിമാനം കൊള്ളുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? ആദ്യത്തെ നമുക്ക് നോക്കാം, നാഷണൽ ആന്തം. ഹൂ റോട്ട് ആ നാഷണൽ ആന്തം? ആരാണ് നമ്മളെ നാഷണൽ ആന്തം, ദേശീയ ഗാനം എഴുതിയത്? What are the things that one must keep in mind while reciting the national anthem? അതായത് ഈ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ, റിസൈറ്റിംഗ് ചൊല്ലുക അല്ലെങ്കിൽ പാടുക, ചൊല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്? ദ ഡ്യൂറേഷൻ ഓഫ് ദ റെസിറ്റേഷൻ, അതായത് റെസിറ്റേഷൻ, ഇത് ചൊല്ലുന്നതിൻ്റെ സമയം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വൺ ഷുഡ് സ്റ്റാൻഡ് അറ്റ് അറ്റൻഷൻ പൊസിഷൻ വൈൽ റിസൈറ്റിംഗ് ദ നാഷണൽ ആന്തം. അപ്പോൾ ഈ ജനഗണമന നാഷണൽ ആന്തം ചൊല്ലുമ്പോൾ ഒരാൾ അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കണം. രണ്ട് കൈയും രണ്ട് കാലും ചേർത്ത് തല ഉയർത്തി ഞെഞ്ഞ് വിരിച്ച് നല്ലോണം സ്റ്റഡി ആയിട്ട് നിൽക്കണം. അത് നമ്മൾ അസംബ്ലി നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ദ റെസിറ്റേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിതിൻ 52 seconds. 52 സെക്കൻഡ് കൊണ്ട് ആണ് ഈ ജനഗണമന നമ്മൾ പാടി തീർക്കേണ്ടത്. രവീന്ദ്രനാഥ ടാഗോർ. ഇറ്റ് വാസ് രവീന്ദ്രനാഥ ടാഗോർ ഹു റോട്ട് ആർ നാഷണൽ ആന്തം. അപ്പം നമ്മളുടെ നാഷണൽ ആന്തം ജനഗണമന എന്ന ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഹി വാസ് ബോൺ അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ് അറ്റ് എ വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. ഹി വൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് മാസ്റ്റർ പീസ് ഗീതാഞ്ജലി. അപ്പോൾ അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയതിന് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടി. ഹി ഫൗണ്ടഡ് ശാന്തി നികേതൻ. ഇദ്ദേഹമാണ് ശാന്തി നികേതൻ എന്ന പറഞ്ഞ സ്ഥാപനം ആരംഭിച്ചത്. വിച്ച് ബിക്കെയിം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലേറ്റർ ഓൺ. കുറെ കഴിഞ്ഞപ്പം അതിൻ്റെ പേര് മാറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നാക്കി. ഇവിടെ വീണ്ടും വേറൊരു ദേശീയ ഗാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വന്ദേ മാതരം. ഓക്കെ, അതും നമ്മളുടെ ദേശീയ ഗാനമാണെന്ന് പറയുന്നു. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബാങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പം ഇദ്ദേഹമാണ് ഇത് എഴുതിയത്. പിന്നെ നമുക്ക് നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് നോക്കാം. ദർ ആർ 3 colors ഇൻ ആ നാഷണൽ ഫ്ലാഗ്. നമ്മുടെ ദേശീയ പതാക അതിൽ 3 കളറുണ്ട്. സാഫ്രോൺ അറ്റ് ദ ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. അപ്പം മുകളിൽ സാഫ്രോൺ, നടുക്ക് വെള്ള, പിന്നെ അടിയിൽ ഗ്രീൻ. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വൈറ്റ് ഏരിയ ഈസ് അശോക ചക്ര. അപ്പോൾ ഈ വെള്ളേൻ്റെ നടുക്ക് നീല നിറത്തിൽ അശോക ചക്രയുണ്ട്. ഓക്കെ, വിച്ച് ഇസ് നേവി ബ്ലൂ ഇൻ കളർ. നേവി ബ്ലൂ ആണ് ഇതിൻ്റെ കളർ. വിത്ത് 24 spokes. ഈ വര കാണുന്നില്ലേ, ആ വരയ്ക്കാണ് സ്പോക്സ് എന്ന് പറയുക. അത് 24 ഉണ്ട്. ആ നാഷണൽ ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ പിംഗാലി വെങ്കയ്യ. അപ്പം പിംഗാലി വെങ്കയ്യ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. നാഷണൽ എംബ്ലം, ദേശീയ ചിഹ്നം. ആ നാഷണൽ എംബ്ലം ഈസ് അഡോപ്റ്റഡ് ഫ്രം ദ സ്തൂപ ഫൗണ്ടഡ് ബൈ എംപറർ അശോക അറ്റ് സാരാനാഥ്. അപ്പോൾ സാരാനാഥ് എന്ന പറഞ്ഞ സ്ഥലത്ത് അശോക ചക്രവർത്തി ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്, വളരെ ഉയരത്തിലൊരു തൂണ്. ആ തൂണിൻ്റെ മേലെയാണ് ഈ സംഗതി ഉള്ളത്.
It consists of 4 lions looking in 4 directions and the Dharma Chakra beneath it with the forms of an elephant, a horse and a bull around it. Below this, the words Satyameva Jayate are inscribed. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ സ്തൂപത്തിൽ 4 സിംഹങ്ങൾ 4 ദിശയിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടുണ്ട്. ഓരോ സിംഹത്തിന്റെ താഴെ ധർമ്മചക്രയുണ്ട്. ഓരോ ധർമ്മചക്രന്റെ ഇടയിൽ ഓരോ മൃഗങ്ങളുണ്ട്. അത് ഒന്ന് എലിഫന്റ് ആണ്, ഒന്ന് കുതിരയാണ്, ഒന്ന് ബുള്ളാണ്. പക്ഷെ 4 പറയുന്നുണ്ട്. 4ാമത്തതിൽ ഇവിടെ നമുക്കൊരു സിംഹത്തിനെ കാണാം. അതിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ എന്നുകൂടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും നാഷണൽ ട്രീ, ദേശീയ മരം, നാഷണൽ ആനിമൽ, ദേശീയ മൃഗം, നാഷണൽ ബേർഡ്, ദേശീയ പക്ഷി, നാഷണൽ ഫ്ലവർ, ദേശീയ പുഷ്പം, അങ്ങനെ കുറേ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ആ നാഷണൽ സിംബിൾസ്. അപ്പം നമുക്ക് അനേക ദേശീയ ചിഹ്നങ്ങളുണ്ട്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഡയറിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഫ്രൂട്ട് ഉണ്ട്, നാഷണൽ ഗെയിം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടത്തോടു കൂടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. പേജ് 101 അതിൽ പറഞ്ഞ പോലെ ചാർട്ടാണ് ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്തത്. സ്റ്റേറ്റ്, ക്യാപിറ്റൽ, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. അപ്പം നമ്പർ 1 ജമ്മു കാശ്മീർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ മെല്ലെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കതിനെ പോസ് ചെയ്ത് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടെല്ലാം കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നേ ഉള്ളൂ, എങ്കിലും ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പേജ് 101 ഒരു ചാർട്ടാണിത്. പേജ് 102 അതിലൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. സ്റ്റേറ്റും ലാംഗ്വേജസ് ആണ് പറയുന്നത്. ഞാനിവിടെ ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ജമ്മു കാശ്മീർ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് പരിശോധിച്ചാൽ ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇതും അതിൽ മുന്നേ ഞാൻ കാണിച്ച ചാർട്ട് പോലെ തന്നെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അതിലൊരു ചോദ്യമുണ്ട് ആ പേജിൽ. Now examine the table you have completed and identify the most spoken language of India. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ഹിന്ദിയാണ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. പേജ് 102 The Constitution of India recognizes 22 regional languages. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇതാണ് 22 റീജിയണൽ ലാംഗ്വേജസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. പേജ് നമ്പർ 103 പറയുന്നുണ്ട് സ്റ്റേറ്റിൻ്റെയും അതിൻ്റെ ആർട്ട് ഫോംസ് ആണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തത് ഡാൻസ് ഫോംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേറ്റും ക്യാപിറ്റലും ആ സ്റ്റേറ്റിൻ്റെ പ്രധാനമായ ഡാൻസ് ഫോംസ് ആണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചാർട്ട് സ്റ്റഡി ചെയ്യുക. അപ്പം നേരത്തെ 2 ചാർട്ട് കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റേറ്റും ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റലും ഞാൻ മാറ്റിയിട്ടില്ല. ക്യാപിറ്റൽ നിങ്ങൾക്ക് വീണ്ടും വായിക്കുമ്പോൾ അത് പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഡാൻസ് ഫോംസ് ആണ്. ഓക്കെ, ചില സ്റ്റേറ്റിന് വളരെയധികം ഡാൻസ് ഫോംസ് ഉണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ മെയിൻ ഡാൻസ് ഫോംസ് മാത്രമേ അവിടെ കോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക. ഇവിടെ നമ്മളെ നാഷണൽ എംബ്ലം അതിൽ ഈ ലയൺസ് നിൽക്കുന്നതിൻ്റെ നേരെ താഴെ ആയിട്ട് 4 ധർമ്മചക്രയുണ്ട്, 4 ആനിമൽസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ എലിഫൻ്റ് കാണാം. അടുത്ത ധർമ്മചക്ര കഴിഞ്ഞ് ഒരു ബുള്ള് വരുന്നുണ്ട്. അടുത്തത് ഒരു ധർമ്മചക്ര കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗാലപ്പിംഗ് ഹോഴ്സ് വരുന്നുണ്ട്. പിന്നത്തെ ധർമ്മചക്ര കഴിഞ്ഞിട്ട് ഒരു ലയൺ ആണ് വരുന്നത്. ഈ ലയൺ കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എലിഫൻ്റ് ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ഈ 4 ആനിമൽസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. പേജ് 105 പറയുന്ന പോലെ കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അവർ നാഷണൽ സിംബൽസ്. അപ്പോൾ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. നാഷണൽ ട്രീ, ആനിമൽ, ബേർഡ്, ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വീണ്ടും നമ്മളോട് കുറച്ച് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കാം. ഇവിടെ നാഷണൽ ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ആനിമൽ ബംഗാൾ ടൈഗർ, നാഷണൽ ബേർഡ് ഇന്ത്യൻ പീഫോൾ മയിൽ, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഇന്ത്യൻ എലിഫന്റ്,
നാഷണൽ ട്രീ ബാനിയൻ ട്രീ, നാഷണൽ ഫ്രൂട്ട് മാംഗോ, നാഷണൽ അക്വാറ്റിക് ആനിമൽ ഗാഞ്ചസ് റിവർ ഡോൾഫിൻ, ഗംഗാ നദിയിൽ കാണുന്ന ഡോൾഫിൻ, നാഷണൽ റെപ്റ്റൈൽ അതായത് എഴജാതി കിങ് കോബ്ര, പിന്നെ നാഷണൽ റിവർ ഗാഞ്ചസ് റിവർ അതായത് ഗംഗാ നദി, നാഷണൽ ഫ്ലവർ ലോട്ടസ് താമര, നാഷണൽ ഗെയിം ഹോക്കി. അപ്പം സിമ്പിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇപ്പം നിങ്ങൾ കണ്ട ലിസ്റ്റ് കൂടാതെ ഈ ലിസ്റ്റും കൂടെ ഒന്ന് നോക്കുക. ഇതിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് ഇല്ല, അതിൽ കൊടുക്കാത്തത് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കറൻസി അതിൻ്റെ അകത്തില്ല. ഓക്കെ, പിന്നെ വെജിറ്റബിൾ ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ചാപ്റ്റർ 9 ത്രൂ ഇന്ത്യ എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം @ 2310.